കുറേ പേര് ചോദിക്കുന്നുണ്ട് അണ്ണ എപ്പോഴാണ് ജയിലിലോട്ട് പോകണേന്ന്. എനിക്കും അറിയത്തില്ലടാ. പോകാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് പോവാം, നെഞ്ച് വിരിച്ച് തന്നെ പോകാം. ആണുങ്ങൾക്കുള്ളതാണ് ജയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാം. ആക്ച്വലി ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസം കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഇന്നലെയും ഇന്നും കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ വനിതാ സെല്ലിൽ പോയിട്ടുണ്ടായിരുന്നു. അവരവിടെ വെച്ച് കാര്യങ്ങളൊക്കെ രണ്ട് കൂട്ടരെയും ചോദിച്ച് സംസാരിച്ച് ഞങ്ങളൊക്കെ പറഞ്ഞത് രണ്ട് കൂട്ടർക്കും അങ്ങനെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ചും അവർക്ക് ഇത് കേസാക്കണം എന്ന് തന്നെ ഉദ്ദേശമുള്ളത് കൊണ്ട് കേസാക്കി തന്നെ പോകാനേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് തുടങ്ങുവാണ് എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. ഇപ്പോൾ വീട്ടിലാണ് കേട്ടോ, ജയിലിനകത്തല്ല. ആവുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അറിയിക്കാം. ഇന്നത്തെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒഫീഷ്യലായിട്ടൊരു വാർത്ത വന്നു. അപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പിയായി, കാരണം ആദ്യമായിട്ടാണ് ഒരു കേസും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും സന്തോഷം. അപ്പോൾ കേസിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അമ്മയെയും പെങ്ങളെയും അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വന്നു. അതുപോലെ ദേഹോപദ്രവം ഏൽപ്പിക്കൽ, ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ, അപകീർത്തിപ്പെടുത്തൽ, അതായത് ഈ 3 വകുപ്പാണ് വന്നേക്കുന്നത്. ഇതിനകത്ത് അപകീർത്തിപ്പെടുത്തൽ ഓക്കെ, നമുക്കത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീൽ ചെയ്യാം. ഞാൻ ആദ്യത്തെ വീഡിയോ ഇടാത്തത്, അതായത് ആദ്യത്തെ എൻ്റെ വീഡിയോ ഇടാത്ത എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രം പറഞ്ഞത്, മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലുള്ള ഒരു സാധനം എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്നുള്ളത് അത് ഞാൻ പറഞ്ഞു. എൻ്റെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ ഔട്ടായെന്നുള്ളത് പറഞ്ഞു. അപ്പോഴത്തേക്കും വീട്ടുകാർ ആ സംഭവം വെച്ചിട്ട് കുറേ യൂട്യൂബേഴ്സിനെയൊക്കെ വിളിച്ച് ഓഡിയോസും വീഡിയോസും ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ്, ഓഡിയോസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ എക്സ്പ്ലനേഷൻ വന്നത്. അത് കഴിഞ്ഞിട്ട് അവരുടെ വീഡിയോസ് വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു മറുപടി ഉണ്ട്. പിന്നെ അടുത്ത 2 വകുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ആക്രമിക്കലും അപകടപരമായി പരിക്കേൽപ്പിക്കലും. വേർ ഇസ് ദ പരിക്ക് മാൻ, വേർ ഇസ് ദ പരിക്ക് ഗേൾ, എവിടെ പരിക്ക്? ഈ പരിക്കെന്ന് പറയാനുണ്ട്, എവിടെ പരിക്ക്? മുഖത്ത് 4 അടി കണ്ടു, കറക്റ്റായി 4 അടി അടിച്ചു. എവിടെയും പറഞ്ഞു കറക്റ്റായി 4 അടി അടിച്ചു. എന്നിട്ട് എവിടെ പരിക്ക്? ആ പരിക്കിന് 4 അടി കൊണ്ട് പാട് വന്നെങ്കിൽ, അല്ലെങ്കിൽ ചതവ് വന്നെങ്കിൽ ആശുപത്രി പോയതിൻ്റെ രേഖയോ എന്തെങ്കിലും സാമാനം ഉണ്ടാവണ്ടേ? ഇതൊന്നുമില്ലാതെ പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളായതുകൊണ്ട് ഒരു കിട്ടണം. പക്ഷേ ഒരു സഹോദരൻ, ഇത്രയും കാലം അന്നം തന്ന സഹോദരൻ പരിക്കേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ, അത്രയും നേരം വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നതാണെന്ന് പറയുമ്പോൾ അവളുടെ കുറച്ച് ക്ലിപ്സ് മാത്രമേ കാണിക്കുള്ളൂ, ഞാൻ കണക്ക് പറയുന്നതിൻ്റെ. അപ്പോൾ അവൾ കണക്ക് പറയുന്നതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എന്തേ പുറത്ത് വിടാത്തേ? വൈ എന്തുകൊണ്ട് പുറത്ത് വിടുന്നില്ല? അപ്പോൾ ഈ കാര്യം, അതായത് അവർ വിടുമ്പോഴത്തേക്കും അവരുടെ സൈഡിൽ നിന്നുള്ള സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പുറത്ത് വിടുന്നുള്ളൂ, ബാക്കി ഒന്നും വിഷ്വൽസ് പുറത്ത് വിടുന്നില്ല. അതുപോലെ തന്നെ അടികിട്ടി ഗുരുതരമായി പരിക്കേറ്റു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ അതിനൊന്നുമുള്ള തെളിവ് ഇവർ പ്രൂഫുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പ്രൂഫ് ഉണ്ടെങ്കിൽ അത് തെളിയിച്ച് കാണിക്കണം. എനിക്ക് 100% ഉറപ്പായിട്ടും അറിയാം ഇതിനകത്ത് വേറെ പ്രൂഫോ കാര്യങ്ങളോ ഇല്ല. കാരണം ഇവൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അടി കിട്ടിയെങ്കിൽ അതിൻ്റെ വീഡിയോ കാര്യങ്ങളോ എന്താ വരാത്തത്? ഞാൻ ആ ഫോണിലാണ് കയറി പിടിച്ചത്, അവളാണ് എൻ്റെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. ഇതൊക്കെ നമുക്ക് ഇനി കോടതിയിൽ പോകണമെങ്കിൽ കോടതിയിൽ പോയി തെളിയിക്കാം, അല്ലെങ്കിൽ തെളിയിക്കാൻ ശ്രമിക്കാം. എന്താവുമെന്നൊന്നും അറിയില്ല, എന്തെങ്കിലും ആവട്ടെ. ഇനി അകത്ത് പോകണമെങ്കിൽ അതിനും ഞാൻ റെഡിയാണ്, നോ പ്രോബ്ലം. ഇത്രയും കാലം ചെയ്തതിനുള്ളത് തിരിച്ച് കിട്ടണം, കിട്ടിയാലേ ഞാൻ പഠിക്കുള്ളൂ. അത് എന്നെപ്പോലെ വീടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് മുക്കറായിട്ട് ഓടുന്ന എല്ലാ തെണ്ടികളും പഠിക്കണം. എല്ലാ തെണ്ടികൾക്കും ഇതൊരു പാഠമാണ്. അവനവൻ്റെ കാര്യം നോക്കിയില്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ വൈരാഗ്യം വീട്ടുകാർക്ക് തോന്നി തുടങ്ങുമ്പോൾ നീയൊക്കെ പുറത്താണ് എന്നെപ്പോലെ എന്നുള്ളൊരു അനുഭവം മനസ്സിലാക്കിയെടുക്കുക. പിന്നെ മറ്റേ വളിക്കാടനാണ് കൊടുത്തേക്കുന്ന ഇൻ്റർവ്യൂവിനകത്ത് എൻ്റെ അനിയത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളുടെ സ്വർണ്ണത്തിലോട്ട് എനിക്ക് ഓൾറെഡി ഒരു നോട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ സ്വർണം ബാങ്കിലെ ലോക്കറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ അതിന് എന്തെങ്കിലും സംഭവിച്ചാൽ കിട്ടുള്ളൂ, അതായത് ഇൻഷുറൻസ് ആയിട്ട് കുറച്ച് പൈസയേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഞാൻ വിറ്റിട്ട് വെളിയിൽ പോകട്ടെ എന്ന്. എടി നിൻ്റെ സ്വർണ്ണത്തിനോ അമ്മച്ചിയുടെ സ്ഥലത്തിനോ മൂഞ്ചാനായിരുന്നെങ്കിൽ എനിക്ക് ഇതിനു മുമ്പേ മൂഞ്ചി രക്ഷപ്പെടായിരുന്നു. ഇനി അതുമല്ല, അച്ഛൻ ചിലവിനിടുന്ന പൈസയ്ക്ക്, അതായത് വീട്ടിലെ എല്ലാവർക്കും വേണ്ടി ചിലവിനിടുന്ന പൈസയ്ക്കകത്തുനിന്ന് ചിലവ് നോക്കിയിട്ട് എൻ്റെ പൈസ, ഞാൻ പണിയെടുക്കുന്ന പൈസ മാറ്റി വെക്കാനാണെങ്കിൽ എനിക്ക് ഇതിനു മുമ്പേ രക്ഷപ്പെടായിരുന്നു. അല്ലാതെ നീ പറയുന്ന മറ്റേ ഗോൾഡിൻ്റെ മൂഞ്ചലുണ്ടല്ലോ, അത് ആരാണോ ചെയ്തിട്ടുള്ളതെന്നുള്ളത് നമുക്ക് നിയമപരമായി തന്നെ തെളിയിക്കാം, അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിൻ്റെ സ്വർണം ഞാൻ വിറ്റിട്ടുണ്ടെങ്കിൽ, അതായത് 2.5 ലക്ഷത്തിനുള്ള സ്വർണം എൻ്റെ അമ്മയുടെ അനുമതിയോട് കൂടി വിറ്റിട്ടുണ്ടെങ്കിൽ, ഇപ്പം അനുമതി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റുകളായിരിക്കും, നോ പ്രോബ്ലം, കംപ്ലീറ്റ്ലി ഓക്കെ. അതിനുള്ള 2.5 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളിപ്പോൾ താമസിക്കുന്ന ലീസിന് വന്നിട്ടുണ്ടെന്നുള്ളതും, ആ ലീസിൻ്റെ പൈസ ഇപ്പം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, അമ്മയുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു പോയാൽ മതി എന്നുള്ളത് ഞാൻ ഒപ്പിട്ടെന്നുള്ളതും ഒക്കെ എൻ്റെ തെളിവുണ്ട്. അപ്പം ഞാൻ നിങ്ങളുടെ ആരുടെയും ഒരു കോപ്പും അടിച്ചു മാറ്റിയിട്ടില്ല. പിന്നെ അടിച്ചു മാറ്റി നോട്ടം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് പറയാം, ഇത്രയും കാലം എൻ്റെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഇടാത്തുനിന്ന് നീയൊക്കെ തിന്നിട്ട് ഇപ്പം എക്സ്ട്രാ ആയിട്ട് തോന്നുമ്പോൾ എല്ലാ ബുധനാഴ്ചയും വെനസ്ഡേ ബക്കറ്റും കോപ്പും ഒന്നും കിട്ടാണ്ട് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, എല്ലാ ഒക്കേഷൻസും വരുമ്പോഴത്തേക്കും ഈ കഴിഞ്ഞ വിഷുവിന് ഉൾപ്പെടെ ഡ്രസ്സ് എടുക്കാനായിട്ട് കോരി എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാതെ വന്നപ്പോൾ ഉണ്ടല്ലോ കടി തുടങ്ങിയാന്നുള്ളത് എനിക്ക് തെളിവ് എനിക്ക് ചുമ്മാ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. കാരണം ഇത്രയും കാലം നിന്നെയൊക്കെ നോക്കിയതും, ഇത്രയും കാലം 1 രൂപ പോലും അച്ഛൻ ഇരുന്ന പൈസ ഇടാത്തുനിന്ന് ചിലവാക്കിക്കാഞ്ഞതും
എൻ്റെ ഒരു ആണത്തം കൊണ്ടാണെന്നുള്ളത് എനിക്ക് ഈസി ആയിട്ട് തെളിയിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. കാരണം അതിനുള്ള എക്സാമ്പിളാണ് ഇത്രയും കാലം പണിയെടുത്തത്. അമ്മച്ചി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, നീ പണിക്ക് എന്താ അന്ന് കക്കൂസ് കഴുകിയും പറമ്പിൽ പണിയെടുത്തും ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല, അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നതാണ് എന്താ അഭിമാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി. എന്നിട്ട് കഴിഞ്ഞിടയ്ക്ക് എനിക്ക് ആരോ പറഞ്ഞാണ്, ഇത് ഏത് വീഡിയോയിലാണ് പറഞ്ഞതെന്ന് അറിയില്ല, അമ്മ പറഞ്ഞെന്ന്, ഇപ്പം മറ്റേ അമ്മയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ഇല്ലേ, അച്ഛനിട്ടേക്കുന്ന പൈസ, അത് മിച്ചം വെച്ചത് അമ്മ മറ്റേ മേക്കാട് പണിക്ക് പോയിട്ട് മിച്ചം വെച്ചാണെന്നൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല അത് ഒറിജിനലായിട്ട് പറഞ്ഞിട്ടുള്ളതാണോന്ന്. ആണെങ്കിൽ അമ്മ സന്തോഷമുണ്ട്, അമ്മ മേക്കാട് പണിക്ക് പോയി സമ്പാദിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. ഒരു സൈഡിൽ മൂത്ത മകൻ കിടന്നിങ്ങനെ ഉഴച്ചതും അമ്മയ്ക്ക് മിച്ചം ഉണ്ടാക്കി തന്നതും അച്ഛൻ്റെത് വരെ മേടിച്ച് അമ്മയുടെ പേരിൽ തന്നതും ഒക്കെ അതിനൊക്കെയുള്ള നന്ദി എനിക്ക് കിട്ടുന്നുണ്ട്. സന്തോഷമായി, സമാധാനമായി, നന്ദിയുണ്ടമ്മേ, 1000 നന്ദിയുണ്ട്. പിന്നെ വളിക്കാടനോട് ചോദിക്കാൻ 2 ചോദ്യമേ ഉള്ളൂ. ഞാൻ എൻ്റെ അനിയത്തിക്ക് കൊടുത്തേക്കുന്ന ലാഭവിഹിതവും ശമ്പളവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചേക്കുന്ന സ്ക്രീൻഷോട്ട്സിനകത്ത് ഒരു സ്ക്രീൻഷോട്ട് മാത്രം എന്താ കാണിച്ചത്, 4000 രൂപയുടെ. ബാക്കി 26,000 ചില്ലുവാൻ രൂപയുടെയും 8,000 രൂപയുടെയും ഒക്കെ ഓൾറെഡി സ്ക്രീൻഷോട്ട് കിടപ്പുണ്ടായിരുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് നീ കാണിച്ചില്ല? ആ ഒരെണ്ണം മാത്രം എന്തുകൊണ്ട് കാണിച്ചു? ഞാൻ എൻ്റെ അനിയത്തിക്ക് പൈസ അത് മാത്രമേ കൊടുത്തുള്ളൂ എന്ന് കാണിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് നീ അത് കാണിച്ചത്. അതുപോലെ രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്തുകൊണ്ട് എൻ്റെ അനിയത്തി എന്നോട് സംസാരിച്ച പോർഷൻസ് കട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ അനിയത്തിലേക്ക് കണക്ക് പറയുന്നതായിട്ട് മാത്രമുള്ള വിഷ്വൽസ് ഇട്ടു? ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എല്ലാ വീടുകളെയും മറ്റേ രക്ഷിക്കാൻ നടക്കുന്ന ഒരു രീതിയിൽ ന്യൂട്രലായിട്ട് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും, എനിക്കെതിരെയുള്ള വീഡിയോ അല്ല, പ്രശ്നേഷനെതിരെയുള്ള അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്തുകൊണ്ട് എൻ്റെ അനിയത്തി ആദ്യം പറഞ്ഞ കണക്ക് പറച്ചിലുകൾ നീ കാണിച്ചിട്ടില്ല? അപ്പോൾ അത് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി നീ എന്തുകൊണ്ട് ഇതിനകത്ത് കയറി കളിച്ചു എന്നുള്ളത്. അതായത് നിൻ്റെ പേജിൽ ലാസ്റ്റ് യൂട്യൂബിൽ ചാനലിൽ വീഡിയോസൊക്കെ നോക്കി കഴിഞ്ഞാൽ 200, 250, 300 ഒക്കെ വ്യൂസുള്ള വീഡിയോസൊക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ സിംപ്ലി മനസ്സിലാവും നീ ഇതിനകത്ത് കയറിയിട്ടുള്ളത് നിനക്ക് ഈ പറഞ്ഞ പോലെ എനിക്കെതിരെ കളിക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന വ്യൂസിന് റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ്. അതിന് മോശമൊന്നും പറയാനില്ല കേട്ടോ. പക്ഷേ അതിനെതിരെ അപ്പോൾ അവിടെ കയറി അങ്ങനെ കളിച്ചിട്ട് ഞാൻ മറ്റേ ന്യൂട്രലായിട്ടാണ്, പ്രശ്നേഷന് എതിരെയുള്ള ഒരു സമാനം അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ അത് വിഴുങ്ങാനായിട്ട് ഞാൻ മറ്റേ പൊട്ട വ്യൂവർ അല്ല, നിന്റെ മറ്റേ പൊട്ട വ്യൂവേഴ്സിനെ പോലത്തെ പൊട്ടനല്ല. എനിക്കെതിരെയുള്ള ഹേറ്റ് കൊണ്ട് ഇവിടെ കുറേ ടോക്കും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനകത്ത് എനിക്ക് ഒരു വിഷയമില്ല, എനിക്ക് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. കാരണം ഇതിലും വലിയൊരു ഭൂകമ്പമൊക്കെ ഞാനും എൻ്റെ വൈഫും മാത്രം അതിജീവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ വിഷയമുള്ള കാര്യമല്ല. നീയൊക്കെ എത്ര എതിരെ കളിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ തോറ്റോടാനോ പോയി ആത്മഹത്യ ചെയ്യാനോ പോകണില്ല. പിന്നെ തെളിവിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും മുഖത്ത് 4 തവണ, കൃത്യമായി 4 തവണ അടിച്ചു. അതുപോലെ തന്നെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചു, മുടിക്ക് കുത്തിപ്പിടിച്ചു, ശ്വാസം മുട്ടി വീണു, ഉറങ്ങിപ്പോറായി എന്നൊക്കെ പറയുമ്പോൾ തെളിവുകൾ എവിടെ? ഇതിൻ്റെയൊക്കെ ഹോസ്പിറ്റലിൽ പോയ റെക്കോർഡ്സ് എവിടെ? ഇവന് വേണ്ട, ഹോസ്പിറ്റലിൽ പോയില്ല, മുഖത്തൊരു പാടെങ്കിലും കാണിച്ചാൽ. ഈ പറയുന്ന ഡേറ്റുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളുമായിട്ട് വലിയ ദൂരമൊന്നുമില്ല, 4 അടി കൃത്യമായിട്ട് കൊണ്ടെങ്കിൽ എവിടെ പാട്? ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ എടുത്തില്ല എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങൾ എടുത്തില്ല, നിങ്ങൾ അടി കിട്ടിയപ്പോൾ ഉടനെ ക്യാമറ ഓഫാക്കി മാറ്റി വെച്ചിട്ട് അടി കൊള്ളാൻ ഇങ്ങനെ വെച്ചിരുന്നു, സമ്മതിച്ച്, കംപ്ലീറ്റ്ലി സമ്മതിച്ച്. പക്ഷെ എന്തുകൊണ്ട് ഈ അടി കിട്ടിയാൽ ആശുപത്രി പോയില്ല? അതുപോലെ മണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ മാസം പോയി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ ഇതും അതും ഒന്നും അവിടുത്തെ CCTV പോലും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ നിങ്ങൾ ആ CCTV എടുത്ത് കാണിക്കും, അതെങ്കിലും തെളിവായിട്ട് കാണിക്കടേ. അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ കൊണയടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജയമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നിയമപരമായി പോകുമ്പോൾ നിയമത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ലൂപ്പ് ഹോൾസും അടച്ചുകൊണ്ട് പോവുക. പിന്നെ തെളിവില്ലാത്തത് ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് നേരിടാൻ റെഡിയാണ്, കോൺഫിഡൻ്റ് ആണ്.